എല്ലാം മംഗളമായി തീരും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു ഗവൺമെൻറ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നാളുകളായിരിക്കും. ജനങ്ങളുടെ ഗവൺമെന്റ് ആയിരിക്കും. ആരാ അറിയില്ല, അത് പാർട്ടി തീരുമാനിക്കണ്ടേ. നിങ്ങൾ തീരുമാനിച്ച പോരല്ലോ, പാർട്ടി തീരുമാനിച്ചറിയിക്കുമ്പോൾ അങ്ങനെ പറയും. എനിക്കറിവില്ല, എനിക്കതിനെ കുറിച്ച് യാതൊരു വിവരമില്ല. പാർട്ടി പ്രഖ്യാപിച്ച് കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. പാർട്ടി പറയും ആരാണ് നാളെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാരാരാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാനെൻ്റെ അന്നേരം പറയും. ഇപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റ്, രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രസിഡന്റും മന്ത്രിമാരാകാൻ പോവാണ്. വീണ്ടും അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രീതി അതെ, എങ്ങനെ ചോദ്യം. അതെ, പ്രസിഡന്റ് എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. KPCC ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഹൈക്കമാൻഡാണ് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അംഗീകാരം നൽകുന്നത്. ആ അംഗീകാരം നൽകി കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാം. അന്നേരം നമുക്ക് പറയാൻ കഴിയും. അതിനു മുമ്പായിട്ട് നമുക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് പറയാൻ പറ്റില്ല. എല്ലാം മംഗളമായി തീരും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു ഗവൺമെൻറ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് UDF നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നാളുകളായിരിക്കും. ജനങ്ങളുടെ ഗവൺമെൻറ് ആയിരിക്കും. KC വേണുഗോപാൽ വന്നിരുന്നു. ഇനിയും പിച്ച് ചീന്തല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. ഇന്നലെ ഒട്ടേറെ നേതാക്കൾ അദ്ദേഹത്തെ വസതിയിലെത്തി കണ്ടു. ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ തന്നെ അതേപോലെ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹം ഡൽഹിയിൽ വെച്ചും കേരളത്തിൽ വെച്ചും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ. അത് പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് അവസാന വാക്കാണ്. അതൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അത് അംഗീകരിക്കും. അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളും ആലോചിക്കേണ്ട കാര്യം, മാധ്യമങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ KSU മുതൽ KSU പ്രസിഡൻ്റായി, കോൺഗ്രസ് പ്രസിഡൻ്റായി, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായി, MLA ആയി, സംസ്ഥാന മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന KC വേണുഗോപാൽ ഇത്രയധികം ആക്രമണം അദ്ദേഹം അറിയിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൂടി ചിന്തിക്കേണ്ട ഒന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളാണല്ലോ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പരിഗണന കൊടുത്തത്. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച നേതാവാണ്. ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെയുള്ള KC വേണുഗോപാൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും അറിയിക്കുന്ന നേതാവല്ല. അത് പറയാതിരിക്കാൻ വയ്യ. അല്ല, അതിന്റെ നേതൃത്വം കൊടുത്തത് ആരാന്നറിയാം. അത് മാധ്യമങ്ങളിലൂടെയാണല്ലോ അത് വരുന്നത്. അത് പലരും പറയാതെ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് എന്ത്